നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇത് യൂട്യൂബിലിടാനുള്ള വീഡിയോ ആണ്. എൻ്റെ ഇമെയിൽ ഐ ഡിയും ജിമെയിലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറ്റം ചെയ്തതല്ല, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാണ്. അതായത് ഇവിടെ ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, എല്ലാവരും മരിക്കും. അങ്ങനെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കീഴ്പ്പെട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, എൻ്റെ വീടടിച്ച് പൊളിച്ച് നാശം ചെയ്തതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എൻ്റെ പേട്ടിക്കിട്ടിട്ട് തോന്നിയ സംഘടിച്ച്, ഇതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ കേരളത്തിലെ പോലീസ് സംവിധാനം ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളുടെ നീതി നടപ്പാക്കുന്നില്ല. മാത്രമല്ല ഒരാളുടെയും ഒരു പ്രശ്നം പരിഗണിക്കുന്നില്ല. 10 കൊല്ലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണം പരാജയമാണ്. എന്ന് വെച്ചാൽ പോലീസ് നടപടികളിലാണ് വല്ലാണ്ട് കീഴ്പ്പെട്ട് പോയിട്ടുള്ളത്. ഒരാൾക്കും ഒരു തൊഴിൽ സ്ഥാപനവും കേരളത്തിൽ കൂടുതലില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു, അത് പറഞ്ഞത് ശരിയാണ്, അത് ഇവിടുത്തെ സത്യമാണ്. പക്ഷേ ആ സത്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പുറത്ത് അതിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ വിവരമില്ലാത്തവരുടെ നാടാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഒരാൾക്കും ജീവരക്ഷാ മരുന്ന് കൊടുക്കരുത്. കാരണം ഇവിടെ എല്ലാവരും കൂടിയിട്ടാണ്. നമ്മൾ ഇത്ര കൂടുതൽ സത്യം പറഞ്ഞിട്ട് ഇവിടെ ഒരു സമുദായ നേതാക്കന്മാരും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരും നമ്മളെ ഈ സത്യത്തിന് അംഗീകരിച്ചില്ല. നമ്മുടെ അടുത്ത് ശരിയായി നല്ല ക്ലിയറായിട്ട് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് പോയിട്ട് നമുക്കെതിരെ അവർ രോഗം മാറിയപ്പോൾ നമുക്കെതിരെ കേസ് കൊടുക്കുക. അത് മാത്രമല്ല, പിന്നെ ഉയർന്ന പോലീസുകാർ നമ്മുടെ കയ്യിൽ നിന്ന് അവർ ലോകത്തൊന്നും കിട്ടാത്ത മരുന്ന് കിട്ടി രോഗം മാറിയിട്ട് ഇവിടുന്ന് പോയിട്ട് നമ്മളെ അംഗീകരിക്കാണ്ടിരിക്കുക. ഇതിൻ്റെ അർത്ഥം വിഡ്ഢിത്തമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വരും, നിങ്ങൾ പേടിക്കണ്ട. കാരണം ഇവിടെ എല്ലാ കണ്ടുപിടുത്തം നടത്തുന്നതും എല്ലാം ഇവിടുത്തെ സാധാരണക്കാരാണ്. ഈ വിദ്യാഭ്യാസമുള്ളവർ ഇവിടെ നാട്ടിലൊരു കാര്യം ചെയ്യുന്നില്ല. അവർ ചന്തി വരെ അവർ കയറുന്നില്ല, അവർക്കറിയില്ല. ഇപ്പം തമിഴ്നാട്ടിൽ 1 ഉറുപ്പ്യക്ക് വിൽക്കണ ഉപ്പ് തിരുവനന്തപുരത്ത് മേടിക്കണത് 480 രൂപയ്ക്ക് 1 കിലോ ഉപ്പ്. അതും പിന്നെ രോഗം ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കി തമിഴമ്പ് കൊടുക്കുന്നത് നല്ല സാധനമാണ്. അതിൽ കുറച്ച് മണ്ണും കട്ടയുള്ളൂ, അത് സാരില്ല. ആ മണ്ണും കട്ട ഒഴിവാക്കിയ സാധനം നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അത്ര പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മലയാളികളാണ് മുഴുവൻ മലയാളികൾ കേരളത്തിൽ. പിന്നെ എല്ലാം കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന കൊലപാതകം, അക്രമം, കള്ളത്തരം, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഇവർ ചെയ്ത് കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അക്രമം ചെയ്തപ്പോഴാണ് നമ്മളെ സാധിക്കാൻ പെട്ടത്, നുണ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കേരളത്തിലെ പോലീസ് പരാജയമാണ്. കേരളത്തിലെ ജനങ്ങൾ മൊത്തം അവതാളത്തിലാണ്. കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഇതിന് നേരെ ഉള്ള വലിയ തരത്തിലുള്ള പണികൾ വരും. അത് പണിയായിരിക്കും, അതിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല. കാരണം അതിൽ 2 ഇനത്തിലുണ്ട്. കാരണം ഇവിടെ എല്ലാ കോടതികൾക്കും വലുത് വടച്ചോല കോടതിയാണ്. ആ കോടതിയിൽ നടപടിയിട്ടാൽ വയനാട്ടിൽ നിങ്ങൾ കണ്ടില്ലേ ദുരന്തം. വയനാട്ടുകാരെ എൻ്റെ ഒരു കല്യാണ പ്രശ്നത്തിൽ മോശം പറഞ്ഞാൽ അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളെ വായ മൂടിയില്ലെങ്കിൽ വളരെ മോശമാണ്, കാര്യങ്ങൾ തിരിച്ചറിയണം. നുണ പറയുന്നവൻ്റെ പിന്നാലെ പോയാൽ വയനാട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. അത് അവർക്ക് ഏറ്റവും നല്ല ക്ഷീണം വന്നതെന്ന് മാത്രമല്ല, അതിലേക്കായി കാര്യങ്ങളായി. അതുപോലെ കേരളത്തിനോട് ഞാൻ പറയാണ്, കേരളത്തിലെ ജനങ്ങളോടും പറയാണ്, നിങ്ങൾ സത്യത്തിൻ്റെ നേരെ മുഖം തിരിച്ചാൽ പിന്നെ അധർമ്മം നടപ്പിലാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനൊരു നാടും ഉണ്ടാവില്ല, നിങ്ങളും ഉണ്ടാവില്ല. അതാണ് അധർമ്മം എന്ന് പറഞ്ഞാൽ പിന്നെ സത്യവും നീതിക്കും എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾക്ക് ഒരാൾക്ക് ജോലി ചെയ്തിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. മുമ്പുണ്ടായിരുന്നു അത് തന്നെയാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു അത് തന്നെയാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ചെയ്ത അടിമപ്പണിയാണ്. ഒരു സ്വന്തം പരിപാടി ഉണ്ടായില്ല, എനിക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ജനങ്ങളെ സമ്മതിക്കില്ല. കാരണം ജനങ്ങൾക്കല്ല കുഴപ്പം, ഇവരെ മൂക്കാർ വലിക്കുന്നവർക്കാണ് കുഴപ്പം. അപ്പോൾ ഇവർക്ക് വോട്ട് കൊടുക്കരുത്, നീതി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതാണ് ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വോട്ട് കൊടുക്കരുത്, നീതി കൊടുക്കരുത് എന്ന് മാത്രമല്ല, ഇവരെ എന്ത് ചെയ്താലും അത് കംപ്ലീറ്റ് പൊളിക്കണം. കേരളത്തിലെ ഇടതും വലുതും കോൺഗ്രസും ഒക്കെ ഒരു തീട്ടക്കട്ടയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
നിങ്ങൾ ഇവരെ അടുത്ത് പോയാൽ അവർക്ക് അവരെ അടുത്ത് പോയാൽ അവർക്ക് അത് കൂടുതലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടുന്ന പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഞാൻ പച്ചമരുന്ന് ടെക്നോളജി മുഹമ്മദ് പതിയിൽ പട്ടാമ്പി കുപ്പത്ത് കട നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരാളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഗുകാർ നല്ല ഉയർന്ന പണി ചെയ്തിട്ടുണ്ട്. അവസാനം എന്നോട് ചൂടാവുകയാണ്. അതുകൊണ്ട് ആ ചൂടാവുന്നവരോടൊരു വാക്ക് പറയാം. മോനെ, നിങ്ങൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നമ്പറും മറ്റുള്ളതൊന്നും എൻ്റെ അടുത്തില്ലല്ലോ. പിന്നെ നിങ്ങൾ കൂട്ടത്തോടെ ചത്തുപോയതുകൊണ്ട് എനിക്കൊന്നും വരാനില്ല. മനസ്സിലായേ? ഇത് നാട്ടുകാരുള്ളവർക്ക് അല്ല പിന്നെ പണ്ടത്തറുള്ളവർക്ക് എൻ്റെ മറുപടിയാണ്. നിങ്ങൾ കൂട്ടത്തോടെ ചത്തുപോയതുകൊണ്ട് ഈ ലോകം ഒന്നും വരില്ല. വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി നിങ്ങൾ കൂട്ടത്തോടെ ചത്തു, നിങ്ങളുടെ ജുമായത്ത് വല്ലൊക്കെ ഒലിച്ചു പോയി എന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കും? വെറുതെ അല്ല എൻ്റെ അളിയനെ മണ്ടത്തറ മോശമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകുന്നത്. വെറുതെ പോകുന്നതല്ല. അപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് ഇപ്പോൾ എന്തായാലും മനസ്സിലായി. അളിയൻ മുണ്ടാതിരിക്കുന്ന കാര്യമില്ല. അളിയൻ്റെ അടുത്ത് വലിയ സംവിധാനം ഉണ്ടായിരുന്നു. എന്തായാലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗം പൊന്തൊക്കെ ആക്കട്ടെ. അള്ളാഹു ആക്കട്ടെ.